ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാല്യൂഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ മാറ്റങ്ങൾ എന്താണ്, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ സ്പിൽഡ് ടീ ഈസ് ഇൻ ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇവിടെ നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അവർക്കൊരു ട്രേക്കകത്ത് ഒരു 5 കപ്പിനകത്ത് ചായയും കൊണ്ട് വരികയാണ്. നമ്മുടെ കയ്യിൽ നിന്നും അത് താഴെ വീണു. എങ്ങനെയോ അത് താഴെ വീണു. അപ്പോൾ ഇവിടെ 3 കപ്പിലെ ചായയും താഴെ വീണിരിക്കുന്നു. 2 കപ്പിലെ ചായ ഇവിടെ സേഫാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മറിഞ്ഞു പോയതിനെ ഓർത്തിട്ടാണ് വിഷമിക്കുന്നത്. ഇവിടെ അയ്യോ ഇത് പോയല്ലോ എന്നോർത്തിട്ട്, ഇവിടെ ഇത് പോയല്ലോ എന്നോർത്ത് എന്താണ് ഇത്ര വിഷമിക്കാനുള്ളത്? ഇവിടെ എന്താ ഇതുകൊണ്ട് ലോകം അങ്ങ് അവസാനിക്കുമോ? ഒന്നുമില്ലല്ലോ, ഒന്നും സംഭവിക്കാനില്ല. 2 കപ്പ് ചായ ഉണ്ട്, 3 കപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിനെ നോക്കി സന്തോഷിക്കുക. ഇത്രയും പോയി, എല്ലാം കൂടെ അങ്ങ് പോയില്ലല്ലോ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, കിട്ടാത്തതിനെ ഓർത്തിട്ടാണ് എല്ലാവരും വിഷമിക്കുന്നത്. കിട്ടിയതിനെ ഓർത്ത് ആരും സന്തോഷിക്കുന്നില്ല. എന്തുകൊണ്ട്? കിട്ടിയതിനെ ഓർത്ത് സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും അത് ആകർഷിച്ചു വരികയുള്ളൂ. ആ ഒരു സൗഭാഗ്യം ആകർഷിച്ചു വരണമെങ്കിൽ കിട്ടിയ കാര്യങ്ങളിൽ നന്ദി പറയണം. മനസ്സിലായ? ദൈവത്തോട് എപ്പോഴും പറയണം, ദൈവമേ എനിക്കത് തന്നല്ലോ. അതേ സമയത്ത് ഇത് ഇല്ലാത്ത എത്രയോ പേരുണ്ട്. എനിക്ക് ഈ ഒരു ആരോഗ്യം തന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ധനസ്ഥിതി തന്നല്ലോ, എനിക്ക് ഇത്രയും കഴിവുകൾ തന്നല്ലോ. ഇതൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ എനിക്ക് താമസിക്കാൻ ഒരു വീട് തന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് മറ്റു കാര്യങ്ങളിലൊക്കെയും എനിക്ക് ഏകദേശമൊക്കെ ഞാൻ എന്താണ് സമൃദ്ധിയിലാണല്ലോ. അപ്പോൾ പിന്നെ ഇനിയും വലുത് ഞാൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. വലുത് മോഹിക്കുന്നത് കൊണ്ട് കാര്യം, മോഹിക്കണം, പക്ഷേ അതിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ പാടില്ല. ഉള്ളതായ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിച്ച് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അതുള്ളതിനെ ഓർത്തിട്ട് സന്തോഷിക്കാം, അതിന് ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ ദിവസവും എല്ലായ്പ്പോഴും ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ നന്ദി പറയാൻ തയ്യാറാണോ? ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാൻ തയ്യാറാണോ നിങ്ങൾ യൂണിവേഴ്സിന്? എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും സാധിക്കും. അതുകൊണ്ട് കിട്ടാത്ത ഒരു കാര്യത്തെ ഓർത്ത്, വരാനിരിക്കുന്ന ഒന്നിനെ ഓർത്ത് എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? അതുകൊണ്ട് അത് പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചില ഇവിടെ നമ്മുടെ വ്യക്തിപരമായാലും ചില വ്യക്തികൾ സ്നേഹമുണ്ട് പക്ഷെ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വഴക്കിടാൻ തുടങ്ങും. അത് വേണ്ട, ഉള്ളതിനെ കാണാൻ ശ്രമിക്കുക, അതാണ് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. 5 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഇത്തിരി മാനസിക സംഘർഷത്തിലാണ്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി എന്നോട് പിണങ്ങിപ്പോയി. അവരെന്തിനു പിണങ്ങിപ്പോയി? കുറച്ച് അകൽച്ച വന്നു. അവരവരുടേതായ കാര്യങ്ങൾ പറഞ്ഞു. അവരവരുടേതായ ചില നിലപാടുകൾ ഉണ്ടല്ലോ. എല്ലാവർക്കും അവരവരുടേതായ സ്വഭാവ രീതികളും നിലപാടുകളും എല്ലാം ഉണ്ട്. അവരതിനനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓർത്തിട്ട് ഇവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നെഗറ്റീവ് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നുവോ, അപ്പോൾ നമുക്ക് സമാധാനം കിട്ടും. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട, ഡിപ്രഷൻ അനുഭവിച്ചിരിക്കേണ്ട, മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടരുത്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? ഇവിടെ എന്തോ കാര്യത്തിന് വേണ്ടി 2 ആൾക്കാരവിടെ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി.
എന്ന് ഓർത്തിട്ട് ഇവിടെ വിഷമിക്കുകയാണ് ചെയ്യുന്നത്, സമ്മർദ്ദം അനുഭവിക്കുകയാണ്. എന്തിനാണ്? അല്ലെങ്കിൽ ചെയ്തു പോയ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാവാം. എന്തായാലും ശരി, ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ഉൾക്കൊള്ളാൻ പോവണ്ട. ആ സാഹചര്യത്തെ ഒഴിവാക്കുക. അങ്ങനെയുള്ള നെഗറ്റീവായ ആൾക്കാരെ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടും. എന്തിന് നമ്മളിത് വഹിക്കണമെന്ന് ഏതാണ്ട് നിർബന്ധമുണ്ടോ? ആര് പറയുന്നു? യൂണിവേഴ്സ് പറയുന്നു നിങ്ങളോട് നെഗറ്റീവ് എനർജിയിലിരിക്കാൻ? ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഇവിടെ അങ്ങനെ തോന്നുന്നുണ്ടോ, എനിക്കിത് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ആ സാഹചര്യത്തെ ഒഴിവാക്കാം. തീർച്ചയായിട്ടും അപ്പോൾ മാത്രമാണ് മനസ്സിന് സമാധാനം കിട്ടുന്നത്. ഇന്നത്തെ ദിവസമായാലും നിങ്ങൾ രാമായണമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സമാധാനം കിട്ടും. നെഗറ്റീവായ തോട്ട്സ് ഒന്നും കൊണ്ടുവരാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് സ്ട്രെങ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അസാധ്യമായതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്. അസാധ്യമായതെന്ന് തോന്നുന്നതിനെ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്ട്രെങ്തിനെ, വിൽ പവറിനെ നിങ്ങൾ കൊണ്ടുവരിക. പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയിലിരിക്കാൻ സാധിക്കണം, എനർജിയിലിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മെന്റലി നിങ്ങൾ ഡൗൺ ആയാൽ എന്തിനു കൊള്ളിക്കാൻ, എന്ത് സാധിക്കും നിങ്ങളെ കൊണ്ട്? ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവായ ആൾക്കാരെ, നെഗറ്റീവായ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കൂ എന്ന്. ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴാണ് നമുക്ക് ആകപ്പാടെയുള്ള ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പവർഫുൾ ആയിട്ടിരിക്കാൻ കഴിയും, മുന്നോട്ട് വരാൻ കഴിയും. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാവേ. ഫോർ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ഫോർ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈ ആർ യു റെസ്റ്റിംഗ്? എന്തിനാണ് നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. റെസ്റ്റ് എടുക്കുകയാണോ? ഓവറായിട്ട് തോട്ട് വരുന്നുണ്ടോ? നമുക്ക് ചില അസുഖങ്ങൾക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഓവർ തോട്ട്സ് പാടില്ല, ഓവർ തിങ്കിങ് പാടില്ല. ഓവറായിട്ടുള്ള എമോഷൻസിനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. നെഗറ്റീവ് ഇമോഷൻസിനെ, നെഗറ്റീവ് തോട്ട്സിനെ ഒന്നും വഹിച്ചിരിക്കണ്ട. പ്രത്യേകിച്ച് ഒരു അസുഖം ബാധിച്ചിരിക്കുമ്പോൾ, ഇവിടെ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഈ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഓവറായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള തിങ്കിങ് ഇതൊന്നും വേണ്ട. കാരണം ഇതൊക്കെ നമ്മുടെ എനർജിയെ വീണ്ടും വീണ്ടും ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. വേണ്ട, എനിക്കിത് വേണ്ട, ഇപ്പം ഞാനത് ചിന്തിക്കുന്നില്ല. ഒന്ന് സൈലൻസിലിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? നിങ്ങളെ ആരാണോ ഇവിടെ വിമർശിക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കണം നിങ്ങൾ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്, അല്ലേ? ഫോർ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഓവർ തിങ്കിങ് ആണ്. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഓവർ തിങ്കിങ് നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും നമ്മളെ വിമർശിക്കുന്നോ, നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ മുന്നിൽ എന്താണ്? തളരാതെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വിമർശിക്കുന്നവർ വിമർശിച്ചു കൊള്ളട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞു കൊള്ളട്ടെ, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവരുടെ മുന്നിൽ എല്ലായ്പ്പോഴും വിജയിയായിട്ട് നിൽക്കുക, വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായി? അല്ലാതെ വെറുതെ ഓവർ തിങ്കിങ് കൊണ്ട് നെഗറ്റീവ് എനർജിയിൽ ഇരുന്നിട്ട് ഒന്നും നേടാനില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് സ്വയമേ നശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ കിങ് ഓഫ് സോഡിന്റെ എനർജിയിൽ വരാൻ സാധിക്കണം. കണ്ടില്ലേ? പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കുകയാവാം.
ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, അറിവ് നേടുക, പുസ്തകങ്ങൾ വായിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അറിവ് നേടാൻ വേണ്ടി. നല്ല അറിവ് നേടണം, അത് അത്യാവശ്യ കാര്യമാണ്. അതിലൂടെ ഒരു സ്ഥാനം നേടിയെടുക്കണം. ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് വരണം. എന്നാൽ മാത്രമേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കണം. ഇതൊക്കെയാണ് അത്യാവശ്യ കാര്യങ്ങൾ. മനസ്സിലായി? അങ്ങനെ ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കാനും ജീവിതത്തിൽ നല്ല ഒരു പൊസിഷനിലേക്ക് എത്തപ്പെടാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നയൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ആവശ്യമില്ലാതെ ദുഃഖം അനുഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടല്ലേ? ചെറിയൊരു പ്രശ്നം മതി, ഇവിടെ രാത്രിയിൽ ഉറക്കമില്ല. എന്തിനാണ് ഇങ്ങനെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത്? യാതൊരു ആവശ്യമില്ലാത്ത പണിയാണ് ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത്. ഇത് തന്നെ നിങ്ങളെ രോഗിയാക്കി മാറ്റുന്ന എനർജിയാണ്. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഉറക്കമില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടണം. അത്യാവശ്യത്തിന് നിങ്ങൾ ഉറങ്ങണം. ആ ഉറക്കമാണ് നിങ്ങൾക്ക് എനർജി തരുന്നത്. മനസ്സിലായി? ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. കണ്ടില്ലേ, 3 മണിക്കൊക്കെ കണ്ണു തുറന്ന് കിടക്കുകയാണ്, ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്തതിനപ്പുറം ഒരു വലിയൊരു പ്രശ്നമില്ല. ഉറക്കം വരാത്ത പ്രശ്നം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. മനസ്സിലായോ? ഇവിടെ എന്താണ്, എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഓപ്ഷൻ ആവരുത്. മനസ്സിലായോ? ഒരുപാട് പേരിൽ ഒരാളായി മാറാൻ നിങ്ങൾ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കരുത്. അതൊക്കെ ഓർത്തിട്ടായിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേറെ ആരെങ്കിലും ഒക്കെ കണക്ഷൻ ഉണ്ടായിരിക്കും, വേറെ ആരെങ്കിലോടുമൊക്കെ സ്നേഹം ഉണ്ടായിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും വഴക്കിടുന്നതും ബഹളമുണ്ടാകുന്നതും ആർഗ്യുമെന്റ്സ് നടത്തുന്നതും അതിലൂടെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നതും ഒക്കെ അതുകൊണ്ടൊക്കെ ആവണം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. നിങ്ങൾ ഒരിക്കലും മറ്റൊരാളിന്റെ ഓപ്ഷൻ ആവരുത്. അവിടെ സ്നേഹമാണെങ്കിൽ സ്നേഹമായിട്ട് നിൽക്കണം, അല്ലാതെ ഒരു ഓപ്ഷനായിട്ട് നിൽക്കണ്ട. മനസ്സിലായോ? ഒന്നുകിൽ അവരുടെ പ്രിയപ്പെട്ടവരായി മാറണം. മനസ്സിലായോ? ഒന്നുകിൽ അവരുടെ പ്രിയപ്പെട്ടവരായി മാറുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനും പഠിക്കണം. ഒറ്റയ്ക്ക് നിന്ന് നോക്കൂ, എന്താണ് അവിടെ പ്രശ്നം വരുന്നത്? സമാധാനം കിട്ടും. മനസ്സിലായി? അല്ലാതെ വെറുതെ ഉറക്കം വിളച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും അസുഖം നിമിത്തം ഉറക്കമില്ലായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം ഉറക്കമില്ലായ്മ ഉണ്ടാവാം. അതിനൊക്കെ മനസ്സിന് കരുത്ത് കൊടുത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കണം. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. മനസ്സിലായി? എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് അനുഭവിക്കുന്നു, എനിക്ക് ഇത് കുറച്ചുകൂടി അനുഭവിക്കുമായിരിക്കും, അത് എൻ്റെ കർമ്മയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സമാധാനപ്പെടാൻ, കുറച്ച് ചാടി എഴുന്നേറ്റിട്ട് തീരുമാനങ്ങൾ എടുക്കാം. വീണ്ടും ഒന്ന് മെഡിറ്റേഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രി വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷനിലേക്ക് പോവുക, ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ഉറക്കമില്ലാതെ നിങ്ങൾ ഇവിടെ 3 മണി വരെയൊക്കെ കുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നു, കണ്ണു തുറന്ന് കിടക്കുന്നു. എന്തിന്? പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നിങ്ങളൊന്ന് പോയി ഫ്രഷായിട്ട് വരിക. ഫ്രഷായിട്ട് വന്ന് കുറേ നേരം ഇരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് പതിയെ ഉറക്കം വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറങ്ങാവുന്നതാണ്. അങ്ങനെ മുന്നോട്ട് വരാം. തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉറക്കത്തെ വീണ്ടെടുക്കാവുന്നതാണ്. അല്ലാതെ ഓവർ തോട്ട്സ്, ഓവർ തിങ്കിങ് ഇത് വേണ്ട. മനസ്സിലായോ? ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കാം. പാതിരാത്രി വരെ ഒന്നും ഫോൺ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഉറക്കം വരില്ല. പല പ്രശ്നങ്ങൾ ഉണ്ടാകാമല്ലോ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഉറക്കം വരാതിരിക്കാനായിട്ട്. ജോലി നഷ്ടപ്പെടാം, ജോലി ലഭിക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇണങ്ങിയിരുന്നവർ പിണങ്ങിപ്പോകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം. ഇതിലൊക്കെയും ഉറക്കം വരായ്മ വരാം. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് നേടി മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഉറങ്ങുകയാണ് വേണ്ടത്. ഉറക്കം വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്.
മനസ്സിലായി. ഇവിടെയോ സൺ കാർഡാണ്, കണ്ടല്ലേ. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കും. വളരെ വളരെ വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ സൺ കാർഡ് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്. വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് അത് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് നടക്കും. വാഹനം വാങ്ങിക്കാനോ അതുപോലെ പുതിയ ജോലി ലഭിക്കാനോ എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അത്തരം ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്പർ 19 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, 1+9 10. 10 എന്ന് പറയുമ്പോൾ വണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആണ്, നല്ലൊരു സൂര്യോദയമാണ്. അപ്പോൾ ഈ സൂര്യോദയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളെ നൽകുന്നതാണ്, ഒരുപാട് സന്തോഷത്തെ നൽകുന്നതാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിനി ബോട്ടം വന്നിരിക്കുന്ന 6 ഓഫ് സോർട്സ് ആണ്. കണ്ടില്ലേ, എന്തോ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകും. അപ്പൊ ഇതിന് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അബ്രോഡ് പോകാനുള്ള യാത്രയിലായിരിക്കാം, നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. ഇത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഫ്ലൈറ്റ് യാത്ര സ്വപ്നം കണ്ടു നിൽക്കുന്നവരുണ്ടാകാം. ഇനി അതുമല്ല എങ്കിൽ വീട്ടിലെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരു രക്ഷ നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ സാധിക്കും. എന്തായാലും നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സമാധാനവും സന്തോഷവും അനുഭവിക്കാനും പുതിയൊരു ചാപ്റ്ററിലേക്ക് നീങ്ങാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം. ഒത്തിരി കാലമായി നമ്മൾ സോൾ മെസ്സേജസ് നോക്കിയിട്ട്. 2 കാർഡ്സ് എടുക്കാവേ. നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. ഡബിൾ 2 ആണ് വന്നിരിക്കുന്നത്. ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം. കണ്ടില്ലേ, നിങ്ങളിലേക്ക് റൊമാൻസിന്റെ സമയം വന്നിരിക്കുന്നു. റൊമാൻസ് സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ റാഡിയൻ ലൈഫ്. നല്ല ഒരു പ്രസരിപ്പുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഇപ്പോൾ. എന്തുകൊണ്ട് നിങ്ങളിലേക്ക് പ്രണയം വരുന്നു? അത് ആരുടേതുമാകാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവാം, നിങ്ങൾക്ക് കുട്ടികളോടുള്ളതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോടുള്ള പ്രണയമാവാം. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അതിലൂടെയുള്ള ഒരു പ്രസരിപ്പ് നിലനിർത്താനും നിങ്ങളെ കൊണ്ട് ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? വളരെ നല്ല എനർജിയാണ്. ഇവിടെ 3+8 11 കണ്ടില്ലേ. ഇവിടെ നേരത്തെ തന്നെ 11 വന്നിട്ടുണ്ട്. അപ്പോൾ 11 നിങ്ങൾക്ക് ഇന്ന് കാണുന്നവരുണ്ടാവാം. എ ലൈറ്റ് ഫിൽഡ് ഏഞ്ചൽ ഈസ് അറ്റ് യുവർ സൈഡ്. കണ്ടില്ലേ, ഇറ്റ് വാച്ചസ് ഓവർ യു അറ്റ് എവർ ഡാർക്ക് ഡോർ. ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് എന്തൊരു ഏഞ്ചലാണ്? പ്രകാശം പരത്തുന്ന ഏഞ്ചൽ. നിങ്ങൾക്ക് ചുറ്റും എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. എന്തിന്? നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങളെ നേർവഴി നടത്താൻ വേണ്ടി. നിങ്ങളെ നേർവഴി നടത്താൻ വേണ്ടി ഒരു ഏഞ്ചൽ നിങ്ങളോട് എല്ലായ്പ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കുക. ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ 11 നമ്പർ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങളിലുള്ള ഒരു ഡാർക്ക്നെസ് ദൂരെ പോകുന്നതാണ്. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിലെ ഇരുള് മാറി വെളിച്ചം വരുന്നതാവാം. നിങ്ങൾക്കിവിടെ സൺകാർഡല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇരുള് മാറി വെളിച്ചം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ മാസം ഒരുപാട് പേർക്ക് മനസ്സമാധാനം സന്തോഷം ഒക്കെ കിട്ടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാവേ. എൻ്റർ ദ ടെമ്പിൾ ഓഫ് യുവർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന്റെ പാതയിലാണ് ഇപ്പോൾ. നിങ്ങൾ പലരും ഇപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ പാതയിലാണ്. സ്പിരിച്വൽ പാത്തിലൂടെയാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. ആ ഒരു വഴിയെ വരുന്നുണ്ട് നിങ്ങളിൽ പലരും. ഇന്നത്തെ ദിവസം ഒരുപാട് പേർ ആത്മീയതയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് മറ്റു പല ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് ഒരുപാട് ആഗ്രഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. 1+9 10 1ന്റെ എനർജി. ഇവിടെ ഒരുപാട് 1 നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റാർട്ടിംഗ് ആണ്. ഫ്രഷായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് വരികയാണ്. മനസ്സിലായോ? ഇവിടെ പലരും ഇത് അനുഭവിക്കുന്നുണ്ടാവണം.
സത്യത്തിന്റെ പാതയിലൂടെ വരികയാണ് നിങ്ങളിവിടെ. ടെമ്പിൾ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിന്റെ പാതയാണ്. സത്യം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ആ സത്യസന്ധമായ കാര്യങ്ങളെ നിലനിർത്തുക, സത്യം പറയാനുള്ള കഴിവുണ്ടാവുക. വെറുതെ കുറെ കള്ളങ്ങളെ മൂടി വെച്ചിട്ട് ഞാൻ സത്യസന്ധരാണ് എന്ന് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് എല്ലായ്പ്പോഴും ഹൃദയത്തെ ശൂന്യമാക്കുക. ആ ശൂന്യമായ മനസ്സിലേക്കാണ് ദൈവികമായ പ്രകാശം കുടികൊള്ളുന്നത്. അവിടെയാണ് നിങ്ങൾക്ക്, ആ ശൂന്യതയിലാണ് നിങ്ങളുടെ വിജയത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു വിജയത്തിന്, ഒരു കാര്യത്തിന്റെ വിജയം മുള പൊട്ടുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ്, സൈലൻസിലാണ്. മനസ്സിലായി? ആ സൈലൻസിനപ്പുറം പല കാര്യങ്ങളുമുണ്ട്, പല തരത്തിലുള്ള പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും മനസ്സിൽ ശത്രുതയോ പകയോ വിദ്വേഷമോ അസൂയയോ മറ്റുള്ളവരോടുള്ള ആ ഒരു ഭാവങ്ങൾ അങ്ങനെ ഒന്നും പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. മനസ്സിലായോ? അവർക്കത് ദൈവം കൊടുത്തോളും. നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ബോധേടാവുന്നത്? ഒരിക്കലും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ സത്യത്തിൻ്റെ വില മനസ്സിലാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ല. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.